ഹായ് മച്ചാമ്മരെ, നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഞാൻ ഇന്ന് മൂന്നാർ പോകുന്ന വഴിയാണ്. മൂന്നാർ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെയാണിത്. ഇത് ചീയപ്പാറ വാട്ടർഫോൾസാണ്. മൂന്നാർ പോകുന്ന വഴിയാണ്. നമ്മൾ നേര്യമംഗലം കഴിഞ്ഞ് അടിമാലിയൊക്കെ എത്തുന്നതിന് മുമ്പ് ഉള്ള വാട്ടർഫോളാണ്. ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണ്, എങ്കിലും വെള്ളമുണ്ട്. സാധാരണ മൺസൂൺ ടൈമിൽ ഉള്ള അത്ര വെള്ളമില്ല, എങ്കിലും അത്യാവശ്യം വെള്ളമുണ്ട് ഇവിടെ. ഇത്തവണ മഴ കുറവായത് കൊണ്ടായിരിക്കാം. മൺസൂൺ ഇത്തവണ വളരെ മോശം ആണ്. അപ്പോൾ അതിൻ്റെ ആണ് വെള്ളം കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യുന്നത്. എങ്കിലും ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ വലിയ തിരക്കില്ലാതെ നമുക്ക് മൂന്നാർ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് മൂന്നാർ ടൗണിൽ നിന്ന് നമ്മൾ ഗ്യാപ്പ് റോഡ് പോകുന്ന വഴിയുള്ള വ്യൂ ആണ്. മൂന്നാർ ഗ്യാപ്പ് റോഡാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ച് മൂന്നാറിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു റൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. നല്ല സീനറിയാണ്. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഇറങ്ങി നമുക്ക് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. അടിപൊളി. ഒരു നിസ്സാര എൻട്രി ഫീസ് കൊടുത്താൽ മതി ഇവിടെ. ഈ റൂട്ടാണ് മൂന്നാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ട്. അടിപൊളിയാണ്. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടക്കായിട്ട് ഒരു 6-7 ആന നിൽപ്പുണ്ട്, ഇടക്കാട്ടാന. പക്ഷേ എനിക്ക് ഈ ക്യാമറയിൽ അത്ര ക്ലിയറായിട്ട് കാണിക്കാൻ പറ്റില്ല, കുറച്ച് ദൂരമായിട്ടാണ് നിൽക്കുന്നത്. ഞാനും കണ്ണുകൊണ്ട് നമ്മൾ ഇങ്ങനെ അത്ര സൂക്ഷ്മമായിട്ട് നോക്കിയത് കൊണ്ട് മാത്രമേ കണ്ടത്. കുറച്ച് ദൂരെയായിട്ട് അവർ നിൽക്കുന്നത്. അവർ ശാന്തമായിട്ട് അവിടെ നിന്ന് പുല്ലൊക്കെ തിന്ന് അങ്ങനെ അവിടെ നിൽപ്പുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഒരു ചേച്ചി പറഞ്ഞത് അതിങ്ങോട്ട് കയറി വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. കണ്ടോ, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ആന അവിടെ നിൽപ്പുണ്ട്. നോക്കിക്കേ, കാണാവോ? കണ്ടില്ല? ഒരെണ്ണം അവിടെ ഞാനത് ഇച്ചിരി സൂം ചെയ്ത് എടുത്തതാണ്, അത്ര ക്ലിയർ അല്ല വീഡിയോ. ഒരു ആന അവിടെ ആയിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഇങ്ങോട്ട് മാറി ഒരു 7-8 ആന നിൽപ്പുണ്ട്, വേറെ കുട്ടി ആനയൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ക്യാമറയിൽ ഇത് ഇത്ര എനിക്ക് ക്ലിയർ ആകുന്നുള്ളൂ. കണ്ടോ, ഇപ്പോൾ കാണാമല്ലോ അല്ലേ? വേറെ ആനകളൊക്കെ നിൽപ്പുണ്ട് അവിടെ അടുത്തടുത്തൊക്കെ ആയിട്ട്. വേറെ ശല്യമൊന്നുമില്ല കേട്ടോ. അവരവിടെ അങ്ങനെ ശാന്തമായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് മൂന്നാർ ഗ്യാപ്പ് റോഡിലെ വ്യൂ പോയിൻ്റാണ്. അപ്പോൾ അവിടെ ചെറുതായിട്ട് മഞ്ഞിങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ഇവിടെ വരുമ്പോഴൊക്കെ നല്ല മഞ്ഞ് കാണുന്ന, എന്നാൽ അത്ര ഇല്ല, കുറച്ച് കുറവാണ്. തിരക്കും കുറവാണ് കേട്ടോ. ഇപ്പോൾ മൂന്നാർ വരുന്നവർ തീർച്ചയായിട്ടും ഈ മൂന്നാർ ഗ്യാപ്പ് റോഡൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ലേറ്റായതുകൊണ്ട് അധികം മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടെ കൊണ്ടൊക്കെ വൈൻഡപ്പ് ചെയ്ത് ഹോട്ടലിലേക്ക് പോകാമെന്ന് ഓർക്കുമായിരുന്നു. ഇന്നിപ്പോൾ ടൈം ഇത്രയും ലേറ്റായി. നമ്മൾ മഞ്ഞിങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. അത് കുറച്ച് നേരം കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ മഞ്ഞ് ഫുള്ള് റോട്ടിലോട്ട് വന്ന് കയറും. ഇവിടെ അടുത്ത് തന്നെ ഒരു ട്രക്കിംഗ് സ്പോട്ടുണ്ട്. അത് ചക്രമുടി ട്രക്കിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് അവർ ചെയ്തു തരുന്നതായിരിക്കും. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ തേക്കടി പോകുന്ന റോഡാണ്. സ്ട്രൈറ്റ് തേക്കടി പോകാൻ പറ്റും. ഇതൊക്കെയാണ് ഇത്തവണത്തെ മൂന്നാർ യാത്രയിലെ കാഴ്ചകൾ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഹോട്ടൽ ഇവിടുന്ന് കുറേ താഴെയാണ്. അപ്പോൾ അധികം താമസിക്കാതെ ഹോട്ടലിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഈ ക്ലൗഡ്സൊക്കെ നമ്മുടെ തൊട്ട് താഴെയായിട്ട് നിൽക്കുന്ന പോലത്തെ തോന്നും. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക്. അടിപൊളിയാണ്. ഇതാ മൂന്നാർ ഗ്യാപ്പ് റോഡ് വ്യൂ പോയിൻറ്റ്.
വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ